കേരളത്തിലേക്ക് സമീപകാലത്ത് അമിത്ഷായുടെ വരവ് വീണ്ടും കഴിഞ്ഞു. അമിത്ഷാ BJPയിലെ പ്രവർത്തകർക്കൊക്കെ തന്നെ പുതിയ ഉണർവും ആശയവും പകർന്നു നൽകിയിട്ടാണ് പോയിരിക്കുന്നത്. 100 ദിന കർമ്മ പദ്ധതികളാണ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ഇനിയും വോട്ട് വിഹിത വർധനവ് എന്നൊന്നല്ല, വിജയം മാത്രം. അതാണ് ഇനി മുന്നിൽ നിൽക്കുന്നത്. ഇത് വലിയൊരു ആവേശമാണ്. കാരണം കുരുക്ഷേത്ര യുദ്ധത്തിൽ അങ്ങനെ നടുവിൽ നിന്നുകൊണ്ട് നായകത്വം വഹിക്കുന്ന രീതിയിൽ തന്നെയാണ് അമിത്ഷായുടെ പ്രഖ്യാപനം. ഹാലീസ് കോമറ്റ് വരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ഓരോ പ്രാവശ്യവും ഭൂമിക്ക് നേരെ ഹാലീസ് വാൽനക്ഷത്രം അടുത്ത് വരുമ്പോൾ ഇവിടെയൊക്കെയോ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കും. അമിത്ഷായുടെ കേരളത്തിലേക്കുള്ള ഓരോ വരവും കേരളത്തിലെ കോൺഗ്രസിനെയും CPM-നെയും അങ്കലാപ്പിലാക്കുന്നത് ഇതൊരു ഹാലീസ് കോമറ്റ് ഇഫക്റ്റാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഭാരതം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ചാണക്യനായ, അഭിനവ രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷായുടെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസും CPM-ഉം ഒക്കെ പകച്ചു നിൽക്കും. കാരണം BJPക്ക് ഒരു ഇൻഹിയറൻറ്റ് സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് മാത്രമല്ല, മറിച്ച് തന്ത്രങ്ങളുടെ മികവ്, അതാണ് അമിത്ഷായെ വ്യത്യസ്തനാക്കുന്നത്. ഇവിടെ നോക്കൂ, അമിത്ഷാ എറണാകുളത്ത് BJP സംസ്ഥാന നേതൃത്വത്തോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പം നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കുക. ഒരു റൂട്ട് മാപ്പ് ആവശ്യമുണ്ട്. കേരള സംസ്ഥാന ഭരണം 0-ൽ നിന്ന് 71 എന്ന മാജിക് നമ്പറിലേക്ക് എത്തണമെങ്കിൽ അതൊരു ഒരുതരം റാഗ് ടു റിച്ച് സ്റ്റോറിയാണ്. അങ്ങനെയൊന്നും സാധാരണഗതിയിൽ ഇന്ദ്രിയങ്ങൾക്ക് വഴങ്ങുന്ന കാര്യമല്ല. അത്യാഗ്രഹം പോലെയാണ്. പക്ഷേ അത് സാധ്യമാകും എന്ന് സ്വന്തം അണികളെ വിശ്വസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് കേൾക്കുന്ന കേരള ജനതയെയും വിശ്വസിപ്പിക്കാനുള്ള അനിതര സാധാരണമായ ഒരു കഴിവ് അമിത്ഷായ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിതാ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നു. ആ റൂട്ടിൽ കേരള സംസ്ഥാന നിയമസഭയിലേക്കുള്ള റൂട്ട് കടന്നു പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. അവിടെ ഞങ്ങൾ പരമാവധി നേട്ടം ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ വാർഡ് തലത്തിൽ സാന്നിധ്യം ഉറപ്പുവരുത്തണം. ആ വാർഡ് തലത്തിൽ സാന്നിധ്യം ഉറപ്പുവരുത്തണമെങ്കിൽ വികസന മുദ്രാവാക്യമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിനും CPM-നും ജനങ്ങൾ വീണ്ടും വീണ്ടും അവസരം നൽകിയതാണ്. പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും സംസ്ഥാന ഭരണവും എല്ലാം തന്നെ നൽകിയതാണ്. അവർക്കൊന്നും സാധിക്കാത്ത തരത്തിലുള്ള വികസനം കൊണ്ടുവരാൻ ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെ കൂടെ സഹായത്തോടു കൂടി ഡബിൾ എഞ്ചിൻ ട്രിപ്പിൾ എഞ്ചിൻ തലത്തിൽ അങ്ങനെ കൊണ്ടുവരാൻ വികസന മുദ്രാവാക്യം ഓരോ വാർഡിലും എന്താണോ ആവശ്യം, വികസന അജണ്ട വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് അമിത്ഷാ നൽകിയത്. അതുകൊണ്ട് വാർഡ് കേന്ദ്രീകരിച്ച് അതിനു മുമ്പ് തന്നെ ജില്ലകളെ തിരഞ്ഞെടുപ്പ് ജില്ലകളായി BJP അങ്ങ് തിരിച്ചു. അതനുസരിച്ച് അതിന് പ്രത്യേക ചുമതലക്കാരെയും കൊടുത്തു. കേരളത്തിലെ 15 ജില്ലകൾ 14 ജില്ലകളിൽ ഓരോ ജില്ലാ അധ്യക്ഷൻ എന്നതിന് പകരം സംഘടനാ ജില്ല 2, 3 അങ്ങനെ സംഘടനാ ജില്ലകളായി തിരിച്ചുകൊണ്ട് അതിനുള്ള ക്രമീകരണം ഭാരതീയ ജനതാ പാർട്ടി ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇനിയും വാർഡ് തലത്തിലും അല്ലെങ്കിൽ മേഖലാ തലത്തിലും സെമിനാറുകൾ, ശില്പശാലകൾ, അവിടെ വികസനമാണ് മുഖ്യ ചർച്ചാ വിഷയം. വികസനത്തോടൊപ്പം തന്നെ 2-3 നിർണായകമായ BJPക്ക് വേണ്ടി വോട്ട് ഗാൽവനൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള 2-3 നിർണായകമായ ചിന്തകൾ പങ്കുവയ്ക്കണം. ഒന്ന്, കേരളത്തിന് ദീർഘമായൊരു തീരപ്രദേശമാണുള്ളത്. ആ തീരപ്രദേശം ദുർബലമാകുന്നു. തൊഴിലാളികളുടെ വോട്ട് മാത്രമല്ല, മറിച്ച് നുഴഞ്ഞു കയറാനുള്ള സാധ്യത പലപ്പോഴും സുരക്ഷാ ഭീഷണിയുണ്ട്. അപ്പോൾ കേന്ദ്രവുമായി സഹകരിച്ച് നിൽക്കേണ്ട ആവശ്യകത, തീരദേശം ദുർബലമാകാതിരിക്കേണ്ട ആവശ്യകത, തീരപ്രദേശത്തെ അനഭിലഷണീയമായ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നൊരു സന്ദേശം, അത് ഒന്ന്. രണ്ടാമത് വരുന്നത് PFI ഉൾപ്പെടെ, പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും സജീവമാണ്. അതുകൊണ്ട് ഹൈന്ദവ ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം, കൃത്യമായി പറഞ്ഞാൽ ഈഴവ വോട്ട്സ് ആൻഡ് നായർ വോട്ട്സ് ആൻഡ് അതർ ഹിന്ദു വോട്ട്സ് എല്ലാം തന്നെ BJPക്ക് വേണ്ടി സ്വാംശീകരിക്കാൻ തക്ക ഒരു പ്രചരണ തന്ത്രം ഒരുക്കണം. അത് തദ്ദേശ വാർഡുകളിൽ തന്നെ വാർഡ് കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികൾ നടത്തണം.
അപ്പോൾ അങ്ങനെ അദാലത്തുകൾ നടത്തണം. വാർഡ് തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദാലത്തുകൾ നടത്തണം. ഇതെല്ലാം നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ബി ജെ പി അണികൾ ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ വിവിധങ്ങളായ ഗ്രൂപ്പുകളും അവയെ സംയോജിപ്പിച്ചു കൊണ്ടുപോകാൻ ഒരു നേതൃത്വം എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ എത്രത്തോളം അദ്ദേഹത്തിന് ഈ അണികളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയുന്നു, മറ്റ് നേതാക്കളെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്നു, അത് വലിയ ചോദ്യചിഹ്നമാണ്. പക്ഷെ അമിത്ഷാ അതൊക്കെ മേലെ ചിന്തിക്കുന്നു. ആത്യന്തികമായി തങ്ങളുടെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഏതാനും നഗരസഭകൾ പിടിക്കാനുള്ള സാധ്യത ആരും തള്ളിക്കളയുന്നില്ല. കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ വലിയ സാധ്യതയായി ബി ജെ പി കാണുന്നു. അങ്ങനെ കണ്ടിരുന്ന സമയത്താണ് കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഛത്തീസ്ഗഡിൽ നടക്കുന്നതും അതിന് ഉള്ള അനുരണങ്ങൾ, അതിനുള്ള റിയാക്ഷൻസ് കേരളത്തിൽ പല ഇടങ്ങളിലായി, കത്തോലിക്ക സഭ പ്രത്യേകിച്ചും. അത് ചെറിയ ദോഷമുണ്ടാക്കിയിട്ടുണ്ട്. അത് മറികടക്കാൻ തക്ക, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വന്നപ്പോൾ അത് മറികടക്കാൻ തക്ക ഒരു വൈകാരിക വിഷയം ഇതാ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും അത് ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന ചിന്ത ബി ജെ പി കേന്ദ്രങ്ങളിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയും പാലക്കാട് നിർണായക നേട്ടമുണ്ടാക്കുകയും സാധിക്കുമെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭരണം ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ഏതാനും പഞ്ചായത്തുകൾ, വലിയ രീതിയിലുള്ള പഞ്ചായത്തുകളിൽ അത് ഉറപ്പായിട്ടും സാധിക്കും. ഇപ്പോൾ തന്നെ അങ്ങനെയുള്ള പഞ്ചായത്ത് ഭരണത്തിൽ ഉണ്ട് ബി ജെ പി. അപ്പോൾ അത് സാധിക്കും. അപ്പം ബി ക്ലാസ്, സി ക്ലാസ് സിറ്റികളിൽ ഉൾപ്പെടെ, ടൗണുകളിൽ ഉൾപ്പെടെ സാന്നിധ്യം അറിയിക്കുകയും അങ്ങനെ അവഗണിക്കാനാവാത്തൊരു ശക്തിയായി കൃത്യമായ ത്രികോണ മത്സരം കേരളത്തിൽ സാധ്യമാകുന്ന രീതിയിൽ ബി ജെ പി കരുക്കൾ നീക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേ ഹാവ് എ ഫൈറ്റിംഗ് ചാൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ബി ജെ പിക്ക് ഒരിക്കലും കേരള സംസ്ഥാന ഭരണത്തിൽ വരിക എന്നത് ഒരുപക്ഷെ ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. അതിന് വിദൂരമായ ഭാവിയിൽ ഒരുപക്ഷെ സാധ്യമായേക്കാം. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ലായിരിക്കാം. പക്ഷേ ഒരു റെറ്ററിക് എന്ന നിലയിൽ, ഒരു തന്ത്രം എന്ന നിലയിൽ തീർച്ചയായും ബി ജെ പിയുടെ സാധ്യതകളെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് ഈ റൂട്ട് മാപ്പ് സഹായകരമാകും എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ 2026 എന്തായാലും ഒരു വഴിത്തിരിവായിരിക്കും ഉണ്ടാക്കുന്നത്. 2024 വർഷം തീർച്ചയായും ഒരു 25 വർഷം ഒരു വഴിത്തിരിവ് തന്നെയാണ്. 2026 നടക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഡ്രസ് റിഹേഴ്സലും 3 കേന്ദ്രങ്ങളിൽ, UDF, LDF, BJP കേന്ദ്രങ്ങളിൽ തകൃതിയായി നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന വിഷയം. അതിനെ ഏത് രൂപത്തിൽ ഇടതുപക്ഷത്തിനാണോ BJPക്കാണോ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാനാവുക, ഇത് ഒരു നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റാണ്. ഈ വിഷയം 8 മാസം കഴിഞ്ഞ് നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കത്തിച്ചു നിർത്താൻ തക്ക ഇന്ധനം ആരുടെ കൈവശമാണ് ഉള്ളത്? അതോ കോൺഗ്രസ് അതിനെ മറികടക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ? അതും സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അമിത്ഷാ കേരളത്തിൽ വന്നത് വെറുതെ ആവില്ല എന്ന് BJPയുടെ തന്ത്രജ്ഞന്മാർ ഉറപ്പ് പറയുന്നു. അതുകൊണ്ടാണ് അസാധ്യമായ പല ഇക്വേഷൻ നോർത്ത് ഈസ്റ്റിൽ BJP കടന്നു കയറാനാവില്ല എന്ന ആ ഒരു വിശ്വാസം. അതുപോലെ ത്രിപുര പോലത്തെ ബാലികാറമലയല്ലായിരുന്നു, ആസാം, ത്രിപുര, എന്തിന് അരുണാചൽ പ്രദേശ്, കോൺഗ്രസിന്റെ സകല MLA-മാരും അടർത്തിക്കൊണ്ട് BJPയുടെ ഭരണകൂടം അരുണാചൽ പ്രദേശിൽ സാധ്യമായി. ഗോവയിൽ ഒരിക്കലും BJPക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് ഇത്രയും പ്രാധാന്യമുള്ള ഗോവയിൽ ഒരിക്കലും BJPക്ക് അധികാരത്തിൽ വരാനാവില്ല എന്നത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഗോവ നിരന്തരം BJP ഭരണത്തിൽ വരുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് കേരളം ഒരു വലിയ ഒരു സാധ്യതയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിലെ ഒരുപക്ഷെ 2 മുന്നണികളിലുമുള്ള ഈ ചെറു ഘടകകക്ഷികളെ ചിലപ്പോൾ ഇവര് പിൽക്കാലത്ത് NDA മുന്നണിയിലേക്കുള്ള ചേർക്കാൻ പോലും തയ്യാറാകും. കേരളത്തിലെ ചെറിയ കക്ഷികൾ BDJS ഒഴിച്ചുള്ള കാര്യമായ ഒരു കക്ഷിയുടെയും സാന്നിധ്യം NDA മുന്നണിയിൽ ഇല്ല എന്നത് ആണ് സത്യം. BDJSന് ഉൾപ്പെടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു ബേസ് വളരെ പരിമിതമാണ്. അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്ക് തന്നെയാണ് BJP കേരളത്തിൽ NDAയുടെ ഭാരം ചുമക്കുന്നത്. അങ്ങനെയെങ്കിൽ BJPയുടെ അടിത്തറ ശക്തമാക്കുക, ന്യൂനപക്ഷങ്ങളിലേക്ക് നേരിട്ട് കടന്നു കയറുക, ഈ പദ്ധതികളാണ് പല കാരണങ്ങളാൽ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മന്ദഗതിയിലായിരിക്കുന്നത്. അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഊർജം പകരാനുള്ള ഒരു ശ്രമം അമിത്ഷായുടെ ഭാഗത്ത് നടക്കുന്നു. അത് മാത്രമല്ല, ഇതിനെല്ലാം, ഈ വാർത്തകൾക്കെല്ലാമുള്ള ഷെൽഫ് ലൈഫ് വളരെ പരിമിതമാണ്. അത് കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണമാണെങ്കിലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണെങ്കിലും ശരി, 8 മാസത്തിനുള്ളിൽ എത്രയോ വിഷയങ്ങൾ വരാം. പക്ഷേ അതുകൊണ്ടാണ് അമിത്ഷാ പറയുന്നത് സംഘടനാപരമായ ചട്ടക്കൂട് ശക്തമാക്കുക, ഗ്രാസ് റൂട്ട് ലെവലിൽ CPM ഉണ്ടാക്കിയെടുക്കുന്നത് പോലെയുള്ള ബന്ധങ്ങൾ BJP സാധാരണ ജനങ്ങളുമായി ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് ഒരു പരിധിവരെ CPM ഉപയോഗിക്കുന്ന അതേ കീഴർ തന്ത്രങ്ങൾ ഉപയോഗിക്കുക. ഈ പൊതിച്ചോറ്, DYFIയുടെ പൊതിച്ചോറ് ഉൾപ്പെടെ ഇപ്പോൾ സൂപ്പർ ഹിറ്റായ കാര്യങ്ങളാണ്, അത് നിഷേധിച്ചിട്ട് കാര്യമില്ല.
ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ പോലും അത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ BJPക്ക് ഏത് രൂപത്തിൽ അദാലത്തുകൾ, തർക്കങ്ങളുണ്ടല്ലോ, ഗ്രാമങ്ങളിൽ, വാർഡുകളിൽ തർക്കങ്ങളുണ്ട്. ഈ തർക്കങ്ങൾ ഏത് രൂപത്തിൽ ഒരു അദാലത്തിലൂടെ എങ്ങനെ സ്മൂത്തൻ ചെയ്തെടുക്കാം, പരിഹരിക്കാൻ BJPക്ക് കഴിയില്ല, എങ്ങനെ സ്മൂത്തൻ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള നിരന്തര സംവാദങ്ങൾ, ഇത് അമിത്ഷായുടെ ഒരു തന്ത്രമായി വരികയാണ്. സംഘടനാ സംവിധാനത്തെ ഊർജ്ജസ്വലമാക്കാനുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ മാത്രം ഇപ്പോൾ കണ്ടാൽ മതി. പക്ഷേ അതിനകത്തൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള നേട്ടം തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.